പ്രിൻസിപ്പൽ ശ്രീമതി ദീപ ടീച്ചർ, അതുപോലെ നമ്മുടെ മുൻ പ്രിൻസിപ്പാളും നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ ശ്രീ ജയകുമാർ സാർ, പ്രിയപ്പെട്ട ഹരിലാൽ സാർ, അതുപോലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, അവരുടെ കുടുംബാംഗങ്ങളെ, അതുപോലെ ഇന്ന് എന്നോടൊപ്പം തന്നെ ഈ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന 31 വരെ നമുക്ക് സമയമുണ്ട്. എന്നാലും ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ വിരമിക്കപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ചേർത്തല പോളിടെക്നിക് എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലൊരു സരസ്വതി ക്ഷേത്രമാണ്. ഞാൻ ഈ ചേർത്തല ടൗണിൽ തന്നെയാണ് എൻ്റെ വീട്. രണ്ടും വണ്ടിയിൽ വരികയാണെങ്കിൽ ശരിക്കും ഈ ലാബ് ബ്ലോക്കിൻ്റെ അവിടെ എൻ്റെ വണ്ടി വന്നെത്തുമ്പോൾ 2 കിലോമീറ്റർ എന്നുള്ള സ്കെയിൽ മറിയുകയാണ്. സൈക്കിളെ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് വരാം, നടക്കുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ് കൊണ്ട് ഈ സ്ഥാപനത്തിലെത്താം. എൻ്റെ ബാല്യകാലം മുതലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ പഠിക്കുക എന്നുള്ളത്. അതായത് എൻ്റെ മനസ്സാകുന്ന അപ്രപാളിയിൽ എന്നും നിലനിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ ചേർത്തല പോളിയുടെ ഈ ഫ്രണ്ടിലെ ഈ ബിൽഡിങ്ങിൻ്റെ ചിത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം നോക്കും. അതുപോലെ തന്നെ ഓരോ യാത്രയിലും ഇതിങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. എന്തോ നിർഭാഗ്യവശാൽ ഇവിടെ അന്ന് അഡ്മിഷനൊന്നും കിട്ടിയില്ല. പഠിക്കാൻ അല്പം പുറകായിരുന്നു. അത് തന്നെ കാരണം. അതിനുശേഷം പിന്നെ ITI ഒക്കെ കഴിഞ്ഞ് പിന്നെ തൊഴിലന്വേഷണമായി കുറേ നാളങ്ങനെ ഓരോ സ്ഥലം. അന്നൊന്നും ഇലക്ട്രോണിക്സിനൊന്നും ഇവിടെയൊന്നും വലിയ ചാൻസ് ഇല്ല. പുറത്ത് കേരളം വിടിയേ രക്ഷയുള്ളൂ. അന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ല. വീട്ടിൽ വേറെ ആരുമില്ല. പുറത്തൊക്കെ എല്ലാവരും ഉണ്ട്, ചേട്ടന്മാരും എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടുന്ന് നമുക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട്. അപ്പോൾ അവർക്ക് സഹായത്തിന് ആൾ വേണ്ടതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ വെച്ചു. അപ്പോൾ അങ്ങനെ നിന്ന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാവി ഒരു അവതാളത്തിലാകുന്നൊരു അവസ്ഥയിലായി. ഒന്നിലേക്കും തിരിയാൻ പറ്റിയില്ല. അപ്പം അന്ന് ഈ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കുള്ള ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് റേഡിയോ റിപ്പയറിങ് ഷോപ്പുകൾ. അങ്ങനെ ചേർത്തലയിൽ തന്നെ ഇവിടെ ഈ ടൗണിലായിരുന്നു ശരിക്കും തൊഴിൽപരമായ ജീവിതം തുടങ്ങുന്ന ഒരു ഈ ടൗണിലാണ്. അങ്ങനെ ഈ മനോരമ ജംഗ്ഷൻ അവിടെ ഒരു പ്രോക്സിമ വാച്ച് ആൻഡ് റേഡിയോ എന്ന് പറയുന്ന ഒരു കടയിലാണ് ആദ്യമായി പഠിക്കാൻ നിൽക്കുന്നത്. അവിടെ പഠിച്ചു കഴിഞ്ഞ് അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ അപ്രന്റീസ്ഷിപ്പ് കിട്ടി. 1 വർഷം. ശരിക്കും പറഞ്ഞാൽ വലിയൊരു മാറ്റം ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാണ് ശരിക്കും എല്ലാത്തിനും പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തണം. അതുപോലെ തന്നെ പഠിക്കണം. പഠനം എന്താണ്, പഠിച്ചവർക്ക് കിട്ടുന്ന ആദരവ് എന്താണ്, അവർ ഏത് നിലയിലെത്തുന്നത്. അതായത് അന്നൊക്കെ ഈ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടുന്നവരെയും പ്രീ ഡിഗ്രിക്ക് റാങ്ക് കിട്ടുന്നവരെയും എല്ലാം നമ്മൾ പത്രത്തിൽ കൂടി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവരെയൊന്നും നേരിട്ട് നമ്മൾ ആരെയും കാണുന്നില്ല. അപ്പോൾ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ആ സെക്ഷനിൽ തന്നെ ഓരോരുത്തർ അവിടെ വരും. ഓരോ ടെസ്റ്റിന് വലിയമല അങ്ങനെയുള്ള തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഓരോ എഞ്ചിനീയർമാരും അതുപോലെ ലേഡീസ് എല്ലാം വരും. അപ്പോൾ ഇവരെല്ലാം നമ്മളിങ്ങനെ കണ്ട് മറന്നൊരു മുഖമാണ്. അപ്പോൾ അന്ന് പ്രീ ഡിഗ്രിക്കൊക്കെ റാങ്ക് കിട്ടിയവരും ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയവർ, എഞ്ചിനീയറിങ്ങിന് റാങ്ക് കിട്ടിയവർ. അപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ ഒരു മോഹം ഇങ്ങനെ ഉണ്ട്, എങ്ങനെയെങ്കിലും ഒരു ഡിപ്ലോമ എടുക്കണം. അപ്പോൾ അന്ന് അവിടെ വരുന്നവരെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് 8ാം ക്ലാസ് പാസ്സായി വന്നവർ പോലും 10ാം ക്ലാസ് എഴുതി തുല്യതാ പരീക്ഷയൊക്കെ എഴുതുന്ന രീതിയിൽ 10 പാസ്സായി അതിനുശേഷം പുറത്ത് തന്നെ അവർ പോയി ITI പഠിക്കുന്നു. അതിനുശേഷം ഡിപ്ലോമ. അങ്ങനെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറേറ്റ് വരെ എടുത്ത പലരുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രചോദനം തന്നെയായിരുന്നു. ആ 1 വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സന്തോഷിച്ച് ജീവിച്ചൊരു വർഷം തന്നെയായിരുന്നു. പിന്നെ ആ ഒരു തലം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതിനുശേഷം അവിടുന്ന് അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും തദൈവ തന്നെ അങ്ങനെ നിന്നപ്പോഴാണ് TV-യുടെ ഒരു ഫീൽഡ്. അന്ന് TV ഇറങ്ങിയൊരു സമയമാണ്. അപ്പോൾ TV റിപ്പയറിങ്ങിനൊന്നും ആളില്ല. അന്നപ്പോൾ ഈ ടെക്നീഷ്യന്മാരെല്ലാം TV റിപ്പയർ ചെയ്യുന്ന കമ്പനി ടെക്നീഷ്യന്മാരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്ന് ഇറങ്ങണ പോലെയാണ് അവർ ബൈക്കിലൊക്കെ വന്ന് ഇറങ്ങണം. അപ്പം തന്നെ ഇങ്ങനെ മനസ്സിലൊരാഗ്രഹം, ഇതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. പഠിച്ച്
ഓരോ സ്ഥലങ്ങളിൽ പോയി അവരുടെ ഒരു സേവനം നടത്തി ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ എന്താണ് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അത് ശരിക്കും മരിച്ച അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. ഇതിനെ പുനരുജ്ജീവിപ്പിക്കുകയാണ് നമ്മളൊരു മെക്കാനിക് എന്ന് പറഞ്ഞാൽ. ഒരു ഡോക്ടറുടെ അതേ കടമ തന്നെയാണ് ഒരു മെക്കാനിക്കിൻ്റെ എന്ന് വെച്ചാൽ. ജീവച്ഛവമായി കിടക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ വീണ്ടും അതിനെ പുനരുജ്ജീവിപ്പിച്ച് എടുക്കുന്ന ഒരു വസ്തു, അതായത് ബ്രഹ്മാവിന് മാത്രം കിട്ടുന്നൊരു വരദാനമാണത്. അപ്പോൾ ശ്രീധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വീട്ടിലും കയറുന്നത്. അങ്ങനെ ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് ആദ്യം ഒരുപാട് തനിയെ തന്നെ ഇരുന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ആദ്യമൊക്കെ ഒന്നും അറിയാൻ മേലായിരുന്നു. ഈ സോൾഡറിങ് ചെയ്യണം മൾട്ടിമീറ്ററുമായിട്ട് ഓരോ വീടുകളൊക്കെ പരിചയക്കാരുടെ വീടുകളിൽ ചെല്ലും, ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ നോക്കും. ശരിയാകാതെ വരുന്നത് അന്ന് തന്നെ ഓരോ കടകൾക്ക് വല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അവർക്ക് വിട്ടുകൊടുത്ത് അതങ്ങനെ ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ പഠിച്ച അവിടെ കെൽട്രോൺ ടിവിയുടെ ഒരു ഡീലർ ഉണ്ടായിരുന്നു. അവിടെ കയറി അവിടെ മെക്കാനിക്കായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഫിലിപ്സിൻ്റെ ടെക്നീഷ്യനായിട്ടൊരു വാക്കിൻ ഇൻ്റർവ്യൂ വിളിക്കപ്പെടുന്നത്. ഒരു ബുധനാഴ്ചയിലെ മനോരമ പത്രം ഇങ്ങനെ എന്താണ് ഈ നിധി അല്ലെങ്കിൽ അമൃത് കിട്ടുമ്പോഴാണ് ബുധനാഴ്ചത്തെ പത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ജോലി സാധ്യത ഈ ബുധനാഴ്ചത്തെ പത്രത്തിൽ ഉണ്ടാവും എന്നുള്ള ഇതിലാണ് ബുധനാഴ്ചത്തെ പത്രം നോക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ കോട്ടയത്ത് യൂണിയൻ ക്ലബ്ബ് ജംഗ്ഷനിൽ ഫിലിപ്സിൻ്റെ സർവീസ് സെൻറ്ററിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുകയാണ് ടെക്നീഷ്യന്മാരായിട്ട്. കോട്ടയത്ത് അതിനു മുമ്പ് പോയിട്ടില്ല, ആദ്യമായിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിരുന്ന കടയിലെ ഓണറുടെ മോനും ഞാനും കൂടി ഞങ്ങൾ രാവിലെ വണ്ടി കയറി അവിടെ വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. ഇൻ്റർവ്യൂ എല്ലാം അന്ന് ഇങ്ങനെ നമ്മൾ ഫീൽഡിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞു പോന്നു കഴിഞ്ഞിട്ടും അതിനൊരു ഇതും കാണുന്നില്ല. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞ് ഞാൻ ഡെയിലി അവിടുത്തെ നമ്പർ എടുത്തിട്ട് പോന്നിട്ട് ഈ ലാൻഡ് ഫോണിലേക്ക് ഞാൻ എപ്പോഴും വിളിക്കും, സാറേ എന്തായി ഇന്റർവ്യൂ കഴിഞ്ഞ ആളാണ്, എന്തെങ്കിലും ചാൻസുകളായ അല്ല ഒന്നും ആയിട്ടില്ല പറയാൻ സുന്നില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ടെലഗ്രാം വന്നു, പിന്നെ പോലെ അടുത്ത ദിവസം അവിടെ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞൊരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് തന്നെ ആ സമയത്ത് വെളുപ്പിനെ ഇവിടുന്ന് വണ്ടി കയറി കോട്ടയത്ത് ചെന്ന് അവിടുന്ന് ഈ പ്രാക്ടിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത്. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഇന്ന് മദ്രാസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോറിൻ പാൻറ്റിൻ്റെ തുണി കൊണ്ടുവന്ന് ഞാൻ കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഫോറിൻ പാൻറ്റിൻ്റെ തുണിയൊക്കെ കൊണ്ടുവന്ന് വന്ന് അതും തയ്ച്ചൊക്കെ ഇട്ട് വലിയ ജോറിലാണ് പോയത്. അവിടെ ചെന്നിരുന്ന് ഒരു ടി വി എടുത്ത് വെച്ച് ഒരു കംപ്ലൈൻറ്റ് ഇട്ട് ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞു. ഇത് ഇട്ട കംപ്ലൈൻ്റ് അല്ല, അന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ടി വിയിൽ തന്നെ നമ്മൾ ഓരോ കമ്പോണൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ കംപ്ലൈൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കുണ്ട്. ഇത് അതല്ല, ഒരു വീട്ടിലിരുന്ന് കംപ്ലൈൻ്റ് ആയ ഒരു സെറ്റാണ്. ഇത് നോക്കെന്നും പറഞ്ഞ് അഴിച്ചു വെച്ച് തന്നു. അതുവഴി അത് അവിടെ ഇരുന്ന് അങ്ങനെ നോക്കി വന്നപ്പോൾ സോൾഡറിങ് ഇങ്ങനെ പറ്റേ വെച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം മൾട്ടിമീറ്റർ വെച്ച് ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോഴാണ് ഈ സർവീസ് സെൻറ്ററിൻ്റെ ഓണർ പെട്ടെന്ന് വന്ന് മേശയുടെ ഡ്രോ വലിക്കും. ഈ സോൾഡറിങ് ഉരുണ്ട് എൻ്റെ പാൻറ്റയിൽ വീണ് പാൻറ്റിൻ്റെ അത്രയും ഭാഗം ഉരുകി. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അയ്യോ സോറി കേട്ടാ, ഞാൻ പറഞ്ഞു എൻ്റെ പാൻറ്റ് ഉരുകിയില്ല സാറേ, ചേട്ടൻ എനിക്ക് മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന പാൻറ്റാണ്, പുതിയ പാൻറ്റാണ്. സാരമില്ല സുനില്ല, ഞാനത് ഡാൺ ചെയ്യാനുള്ള പൈസ തരാം. ഞാൻ പറഞ്ഞു സാറ് ഡാൺ ചെയ്ത് തരികയൊന്നും വേണ്ട, എനിക്കിവിടെ ജോലി തന്നാൽ മതി. അങ്ങനെ അവിടുന്ന് പോന്ന് പിന്നെയും കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരറിവുമില്ല. വീണ്ടും വിളിച്ചിട്ടിരുന്നപ്പോൾ ഒരു ദിവസം സാർ പറഞ്ഞു ഒരുത്തൻ പോയിട്ടുണ്ട്, ഇപ്പോൾ പകരം സുനിലിനെ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ ഒരു ജൂലൈ മാസത്തിൽ അവിടെ വിളിച്ച് അങ്ങനെ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ സർവീസ് സെൻ്ററിൽ ചെന്നപ്പോൾ നമ്മൾ പഴയതുപോലെയല്ല, വേറൊരു തലത്തിലേക്കാണ് നമ്മൾ ചിട്ടയായ ഒരു കാര്യം നമ്മൾ പഠിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതുവരെ ഒരുമാതിരി എന്താ പറയേണ്ടത്, ഒരു അവിയൽ പരുവത്തിലുള്ളൊരു പോക്കായിരുന്നു. ഇന്ന് കെൽട്രോൺ ടി വി നോക്കുകയാണെങ്കിൽ നാളെ സോൾഡ് എയറിൻ്റെ നോക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഒരു ഇതിൽ മാത്രം നമ്മളിങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് വളരെ എക്സ്പെർട്ടായി. ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻ്റാണ് ഈ നമ്മുടെ സാലസൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഈ പീഡിയാട്രീഷ്യന്മാരുടെ മുമ്പിൽ കൊച്ചുങ്ങളെയും കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ ബോർഡുമായിട്ട് വന്ന് ഇരുന്നിട്ടുണ്ട്, ഇത് റിപ്പയർ ചെയ്ത് തരാൻ വേണ്ടി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ സർവീസ് ഫീൽഡൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. നമുക്കൊരു ജോലിക്കൊരു സ്ഥിരതയില്ല. ഇന്ന് പോയിട്ട് നാളെ ചെല്ലുമ്പോൾ അതിന് ചിലപ്പോൾ ആ ജോലി ഉണ്ടാകണമെന്ന് ഉറപ്പില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ് ജോലിയോട് ഭയങ്കര പണ്ട് മുതലുള്ളൊരു മോഹമാണ് ഗവൺമെൻറ് ജോലി വേണമെന്ന്. ആ സമയത്തൊക്കെ PSC ടെസ്റ്റ് എഴുതും, പക്ഷേ വെറുതെ എഴുതിയിട്ട് പോയിട്ട് റാങ്ക് ലിസ്റ്റിലൊന്നും വരത്തൊന്നുമില്ല. ഇതങ്ങനെ ഒരു ടെസ്റ്റ് എഴുതി ITIയിലേക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്കും തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്ന്
ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ആയിരുന്നു 6ാം റാങ്ക്, മറ്റേത് സപ്ലിമെൻ്ററിയിൽ 1ാം റാങ്ക്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 3 വർഷം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടന്ന് ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരും ടെസ്റ്റ് എഴുതിയപ്പോൾ ഒന്ന് അഡ്വൈസ് മെമ്മോയും അപ്പോയിൻമെൻ്റ് ഓർഡറൊക്കെ വീട്ടിലിരുന്ന് മേടിക്കും. ഞാൻ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്മാനോട് തട്ടിപ്പറിച്ച് മേടിക്കുകയായിരുന്നു. അതുപോലൊരു അവസ്ഥയായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ 1 മാസം ഡെയിലി ഡ്യൂട്ടിയിൽ പോയി വരികയായിരുന്നു. എൻ്റെ മേളിൽ റാങ്കിൽ 5ാം റാങ്കുകാരന് ഞാൻ തന്നെ മന്ത്രിയെല്ലാം കണ്ട് പ്രമോഷൻ മേടിച്ചു കൊടുത്ത് ഒരു വേക്കൻസി വരുത്തി. റാങ്ക് ലിസ്റ്റ് തീരണതിൻ്റെ തലേ ദിവസം അത് PSCക്കാർ കയറി തടഞ്ഞ് പിന്നെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അവസാനം ഞാൻ PSC സെക്രട്ടറിക്കും എല്ലാവർക്കും ഞാൻ സങ്കട ഹർജിയൊക്കെ കൊടുത്ത് അവസാനം അതിന് തീരുമാനമായി. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അഡ്വൈസ് മെമ്മോ വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ലോട്ടറി അടിച്ച 1 കോടിയുടെ ലോട്ടറി അടിച്ചാൽ പോലും കിട്ടാത്തൊരു സന്തോഷമായിരുന്നു. എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇനി ഏണ്ടും മരിക്കണത് വരെ ഈ ജോലി ഉണ്ടെന്നുള്ളൊരു വിചാരമായിരുന്നു. എന്ന് വെച്ചാൽ അതുപോലെ ഒരു ലോട്ടറിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇനി ഒന്നും നോക്കാനില്ലെന്നുള്ള രീതിയിൽ ശരിക്കും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു അവിടെയായിരുന്നു എഴുതിയത്. എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിങ്. അവിടെ ട്രേഡ്സ്മാനായിട്ട് 4.5 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൊമോഷനും അവിടെ തന്നെ മേടിച്ചെടുത്ത്. ഇങ്ങോട്ടൊക്കെ അന്ന് വേക്കൻസികളില്ല, ഇടുക്കിയൊക്കെ ഉള്ളു. അപ്പം 4.5 വർഷം അവിടുത്തെ ജീവിതം എന്ന് വെച്ചാൽ ദൂരെ ആയിരുന്നെങ്കിൽ നമുക്ക് വേറൊരു പ്രശ്നമില്ല. ഹോസ്റ്റലിലായിരുന്നു ഞങ്ങളെല്ലാം. ഇവിടുന്നൊക്കെയുള്ള ആൾക്കാർ തന്നെ ഒരു വീട്ടിലെ ചേട്ടനനിയന്മാരെ പോലുള്ളൊരു ജീവിതം തന്നെയായിരുന്നു. അതുകൊണ്ട് അത് ബോറടിച്ചില്ല. ആ ഒരു ടൈമിലാണ് ശരിക്കും ഞാൻ ഈ കലാ ഫീൽഡിലേക്ക് ആദ്യം സംഗീതം പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം അവിടെ വെച്ച് തന്നെ പുല്ലാങ്കുഴ അത് താമസിച്ചാണ് ശരിക്കും പഠിക്കാൻ തുടങ്ങി. അവിടെ ചെന്നൊരു 4 വർഷം കഴിഞ്ഞാണ് ഇതിലേക്ക് പോകാൻ സ്വപ്നങ്ങൾ പെടാൻ പറ്റുന്നത് എല്ലാം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. അതായത് ആദ്യം തന്നെ എനിക്കിവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ വൈഫിന് ജോലി കിട്ടുന്നത്. അതിനുശേഷം എനിക്ക് വീട് വയ്ക്കാൻ കഴിഞ്ഞ് സ്വന്തമായി ഒരു ചേതക സ്കൂട്ടറിലായിരുന്നു നടന്നിരുന്നത് കുറേ വർഷം. ആ സ്കൂട്ടർ മാറ്റി എനിക്കൊരു 4 വീലർ ഒരു കാർ എടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വൈഫിന് ജോലി കിട്ടി. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ഈ ചേർത്തലപ്പള്ളി വന്നതിന് ശേഷം. അത് ഇതിനു മുമ്പും ഇവിടുന്ന് വിരമിക്കപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്. ചേർത്തലപ്പള്ളി അവരുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യപ്രദമായൊരു സ്ഥാപനം തന്നെയായിരുന്നു. അതുപോലെ 2006 ഇവിടെ വന്നത്. 2006 ഇവിടെ വന്നതിന് ശേഷം 2011 ഇവിടുന്ന് ട്രാൻസ്ഫറായി നേരെ കടുത്തുരുത്തിക്കാണ് പോയത്. വല്ലാതൊരു ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം യാത്ര കുറവാൻ ഞാൻ ഡീറ്റെയിൽ ചെന്ന് പറഞ്ഞത് മോളുടെ കേസൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കാൻ നോക്കി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, പോയി വരാവുന്ന ഡിസ്റ്റൻസിലാണ് ഇട്ടിരുന്നത്. ശരിയാണ്, ആലപ്പുഴ ജില്ലയിലെ വേറൊരു സ്ഥാപനത്തിൽ പോകണമെങ്കിൽ ചിലപ്പോൾ 2.5 മണിക്കൂർ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും. ഇത് സ്കൂട്ടറിൽ പോവുകയാണെങ്കിൽ ഒരു 45 മിനിറ്റ് കൊണ്ട് എത്താം. അന്ന് വാടക കിട്ടണം. മുട്ടിയറയിലാണ് ഈ സ്ഥാപനം നിൽക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹിച്ചത്. ഇല്ലേ എന്താ പറയുന്നത്, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഡിപ്ലോമയ്ക്ക് വിളിച്ചു. ദീപ ടീച്ചർ എന്നവിടെ HOD-യാണ്. എനിക്കെൻ്റെ ഗുരുസ്ഥാനിക കൂടിയാണ് ദീപ ടീച്ചർ. അന്ന് ഞങ്ങൾ CHN ലാബെല്ലാം ചെല്ലുന്നത് CHE-യുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ടീച്ചർ അന്ന് HOD-യാണ്. ടീച്ചറുമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ മിനിഞ്ഞാത്ത അന്ന് അവിടെ പഠിപ്പിച്ച ഇവിടുന്ന് പലരും ഒന്ന് എസ് ടീച്ചറൊക്കെ അവിടെ ഞങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനേഴ്സായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ ഗുരുനാഥന്മാരും തന്നെ ഞാൻ എല്ലാവരെയും മിനിഞ്ഞാന്നത്തെ ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള പരിപാടിയിലേക്ക് എല്ലാവരെയും തന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കടുത്തുരുത്തി പോളി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റിമറിക്കപ്പെട്ടൊരു എൻ്റെ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടതെന്നൊരു സ്ഥാപനമാണ്. ഏതാണ്ടും ഡിപ്ലോമ കഴിയുന്നവരെ 2015 അതിന് ശേഷം നേരെ ഇങ്ങോട്ട് പോകുന്നു. അതിനുശേഷം വീണ്ടും എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഈ ഡിപ്ലോമ കഴിഞ്ഞ് പിന്നെ അത് കേസും കുട്ടീശ്വരും ഒക്കെ ആയിട്ട് അത് പിന്നെയും പോയി. അങ്ങനെ എനിക്ക് പ്രൊമോഷൻ കിട്ടി വീണ്ടും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കടുത്തുരുത്തിയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ കൊറോണ കഴിഞ്ഞുള്ള ആ ഒരു ടൈം കഴിഞ്ഞിട്ടില്ല. 2001 ഫെബ്രുവരിയിലാണ് ശരിക്കും കടുത്തുരുത്തിയിലേക്ക് പോകുന്നത്. അവിടെ ഒരു 1.5 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. വീണ്ടും ചേർത്തലയിൽ വന്നു. അപ്പം ഇല്ലേ ഓടിക്കളിച്ച് നടക്കുന്ന തിരുമുറ്റം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓടിക്കളിച്ച് നടന്ന സ്ഥാപനമാണിത്. 12 വർഷക്കാലം എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് പഠിക്കാൻ ഇവിടെ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഞാൻ അനുഭവത്തിലൂടെ നേടിയ പാഠപുസ്തകം, ഞാനൊരു പുസ്തകം പോലും ഞാനൊരു ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ നോക്കാറില്ല. ഒരു പുസ്തകത്തിലും ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് രാത്രിയും പകലുമായിട്ടിരുന്ന് കണ്ടുപിടിക്കപ്പെട്ട ഓരോ കാര്യങ്ങളും ഞാനതിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
ജയകുമാർ സാറ് തന്നെ, ഞാൻ CESL തന്നെ പല ദിവസം 7 തൊട്ട് 9 വരെയുള്ള ക്ലാസ് സാറിന് ചില 2-3 ദിവസങ്ങളും 6 മണിക്കൂറാണ് എനിക്ക് സാറ് തരുന്നത് 3 ദിവസമായിട്ട്. ഈ 6 മണിക്കൂർ കൊണ്ട് ഞാൻ 7.5 മാസം പഠിച്ച കാര്യങ്ങളാണ് ഈ 6 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് പറഞ്ഞും കൊടുത്ത് അത് എഴുതിയും കൊടുത്ത് അവരെ കൊണ്ട്. അപ്പം അങ്ങനെ പിള്ളേരുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയൊരു സപ്പോർട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തി അവരത് മനസ്സിലായി, അല്ലെങ്കിൽ അവരുടെ കൈത്തലങ്ങളിൽ അത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും നിർവൃതിയും എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും വിജ്ഞാനം വേണ്ട, അവർക്ക് ഒന്നും അറിയണ്ട. നമ്മളത് കാരണം കൂടുതൽ അങ്ങോട്ട് സ്ട്രെയിൻ എടുക്കാറുമില്ല. ആവശ്യമുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. വെറുതെ എന്തിനാണ് ഇങ്ങനെ നമ്മൾ എനർജി വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്നാലും കാര്യങ്ങളെല്ലാവരും ഉപദേശ രൂപേണ അവരോടെല്ലാം പറയും. ചേർത്തല പോളിടെക്നിക് എന്ന് പറയുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ജയകുമാർ സാറും ഇവിടെ ജോലി ചെയ്ത ഓരോരുത്തരും എൻ്റെ ഈ ഫീൽഡിൽ തന്നെ എനിക്ക് എല്ലാ ധൈര്യങ്ങളും തന്നൊരു വലിയ വ്യക്തിത്വമാണ് ജയകുമാർ സാർ. ഒരിക്കലും എന്നും എൻ്റെ മനസ്സിൽ ഓരോ സ്പന്ദനങ്ങളിൽ പോലും എല്ലാവരും എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന്മാരായ ഓരോരുത്തരും ഓരോ സാറന്മാരും എല്ലാവരും തന്നെ. അതുപോലെ ഇനി ഇവിടുന്ന് പടിയിറങ്ങുമ്പോഴും എന്നാൽ കഴിയാവുന്ന എന്ത് സേവനത്തിന് വേണേലും എന്നെ വിളിക്കാം. ഞാൻ യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ തന്നെ എൻ്റെ സേവനം യാതൊരു ഇതുമില്ലാതെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ചെയ്തു തന്നോളാം ഒരു ഉറപ്പുകൂടി ഞാൻ നൽകുകയാണ്. ഈ പെയ്തൊഴിയാതെ എന്നുള്ള പരിപാടി ഞാൻ ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യം മാത്രം 2023 ജയകുമാർ സാറിൻ്റെയൊക്കെ പരിപാടിക്ക് മാത്രം ഇട്ടൊരു പേരാണെന്ന് കരുതിയത്. പക്ഷേ അതിലൊരു പെയ്തൊഴിയാതെ എന്നുള്ളൊരാളാകാൻ എനിക്കും ഈ വർഷം